പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, ഇന്ന് പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ HST പരീക്ഷയായിരുന്നാലും ശരി തന്നെ, കേറ്ററ്റ് കാറ്റഗറി ഹിന്ദി 3 and 4 ആണെങ്കിലും തന്നെ നമുക്ക് നിരവധി തവണ പരീക്ഷകളിൽ ചോദ്യ പേപ്പറുകളിൽ ആവർത്തിച്ച് ചോദിക്കപ്പെടുന്ന ഒരു ടോപ്പിക്കാണ് വർണ്ണമാല. അപ്പോൾ നമുക്ക് ടോപ്പിക്കായിട്ട് എന്താണ്? ഹിന്ദി വർണ്ണമാലയാണ്. എന്താ ടോപ്പിക്ക്? ഹിന്ദി വർണ്ണമാല. അപ്പോൾ ഹിന്ദി വർണ്ണമാലയുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നമ്മുടെ ഈ ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ബോർഡിലോട്ടൊന്ന് നോക്കിയേ. അപ്പോൾ ഹിന്ദി വർണ്ണമാല നമുക്കറിയാം, ഹിന്ദി അക്ഷരമാല എന്നതാണ്. അപ്പോൾ നമ്മൾ എന്താണ് ഹിന്ദി അക്ഷരമാല എന്ന് പഠിക്കുന്നതിന് മുന്നേ ഇതിനെ ഈ പറഞ്ഞിരിക്കുന്ന ചെറിയ ചെറിയ യൂണിറ്റുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എന്താണ് ആ യൂണിറ്റ് എന്ന് പറയുമ്പോൾ? ഇക്കായ്. നമ്മുടെ പരീക്ഷ ചോദ്യ പേപ്പറിൽ കാണപ്പെടുന്ന ഒരു വാക്കാണ് കേട്ടോ. ഏതാ? ഇക്കായ്. ഇക്കായ് എന്ന് വെച്ചാൽ എന്താണ്ടാ? യൂണിറ്റ്. അപ്പം നോക്കിയടാ, ഞാനിവിടെ ബോർഡിൽ ആദ്യം ധ്വനി എന്നൊരു വാക്ക് എഴുതിയിട്ടുണ്ട്. എന്താണ് എഴുതിക്കുന്നത്? ധ്വനി. ഓക്കെ, എടാ ഈ ടേം നമ്മൾ പഠിച്ചു വെക്കണം. അതായത് നമ്മൾ ഹിന്ദി മൗഖികപരമായി, എന്താ മൗഖികം എന്ന് വെച്ചാൽ അതായത് സംസാരിക്കുന്ന രൂപത്തിൽ ഹിന്ദിയുടെ ഏറ്റവും ചെറിയ യൂണിറ്റ് ആയിട്ട് അറിയപ്പെടുന്ന എന്തിനെയാണ്? ധ്വനിയാണ്. അപ്പോൾ നോക്കിയടാ, മൗഖിക രൂപത്തിൽ ഏത് രൂപത്തിലാണ്ട? മൗഖികം. മൗഖികം എന്ന് വെച്ചാൽ എന്താണ്? സംസാരത്തിന്റെ രൂപത്തിൽ ഹിന്ദിയുടെ ഏറ്റവും ചെറിയൊരു യൂണിറ്റ് ആയിട്ട് അറിയപ്പെടുന്ന എന്തിനെയാണ്ട? ധ്വനിയാണ്. നോക്കിയടാ, വർണ്ണ. അടുത്ത ടോപ്പിക് എന്താണ്ടാ? വർണ്ണ. എടാ നോക്കിയേ, ഈ ഇക്കായി വെച്ച് നമ്മൾ പഠിക്കുമ്പോൾ ലിഖിത് രൂപത്തിൽ എന്താണ് പറയുക? ലിഖിത്. ലിഖിത് എന്ന് വെച്ചാൽ എന്താണ്ടാ? എഴുതപ്പെടുന്നതിൻ്റെ, നമ്മൾ എഴുതപ്പെടുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ചെറിയ യൂണിറ്റ് ഹിന്ദി വർണ്ണമാലയിൽ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്ടാ? വർണ്ണ. അപ്പൊ എഴുതപ്പെടുന്നതിന്റെ രൂപത്തിൽ നോക്കി ഏറ്റവും ചെറിയ യൂണിറ്റ് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്ടാ? വർണ്ണ. അങ്ങനെയാണെങ്കിൽ അർത്ഥിക്ക് ദൃഷ്ടീസ് എന്താണ് പറയണ്ട? അർത്ഥിക്ക് ദൃഷ്ടി. അർത്ഥം എന്ന് വെച്ചാൽ എന്താണ്ടാ? നമ്മളെ ഭാഷയുടെ അർത്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കാഴ്ചപ്പാടിൽ ഹിന്ദിയുടെ ഏറ്റവും ചെറിയ യൂണിറ്റ് ആയിട്ട് അറിയപ്പെടുന്ന എന്തിനാണ്ട? ശബ്ദം. ഓക്കെ, അപ്പോൾ ഇക്കായി എന്ന വേർഡ് വെച്ച് 3 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്ത്. അതായത് ഹിന്ദി വർണ്ണമാലയിലെ നോക്കിയേ മൗഖിക രൂപത്തിലെ ഏറ്റവും ചെറിയ യൂണിറ്റ് അല്ലെങ്കിൽ ഇക്കായി എന്ന് ചോദിച്ചാൽ ധ്വനി എന്നാണ്. എഴുതപ്പെടുന്നവയിൽ വെച്ച് ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് ചോദിച്ചാൽ ഏതാണ്ടാ? വർണ്ണം എന്നാണ്. എന്നാൽ അർത്ഥിക്ക് ദൃഷ്ടി, അർത്ഥത്തിന്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ശബ്ദം എന്നാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നോക്കിയേ, നമ്മൾ വർണ്ണമാല എന്നൊരു വേർഡ് ഉണ്ട്. എന്താണ് പറയുക? വർണ്ണമാല. എടി എന്താണ് ഈ അക്ഷരമാല അല്ലെങ്കിൽ എന്താണ് വർണ്ണമാല? അതായത് നമ്മൾ ഹിന്ദിയിലായിരുന്നാലും ഏതെങ്കിലും ഒരു ലാംഗ്വേജിലായിരുന്നാലും അച്ചടക്കപരമായി അല്ലെങ്കിൽ വ്യവസ്ഥിതപരമായിട്ട് നമ്മൾ എഴുതപ്പെടുന്നതിനെയാണ് എന്ത് പറയുക? വർണ്ണമാല. അക്ഷരങ്ങളെ എങ്ങനെയാണ്? വ്യവസ്ഥിത രൂപത്തിൽ. എന്താണ് പറയുക? വ്യവസ്ഥിത. കേട്ടോ, അതായത് അച്ചടക്കത്തോടു കൂടി നമ്മൾ എന്താണ് കൃത്യമായ അതിൻ്റെ ഓർഡറിലൂടെ എഴുതപ്പെടുകയാണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? വർണ്ണമാല എന്ന് വിളിക്കാം. കേട്ടോ, അങ്ങനെ പഠിക്കുമ്പോൾ ഹിന്ദിയിൽ മൊത്തത്തിൽ ആകെ മാനക് ദൃഷ്ടീസെ കിത്തിനെ വർണ്ണെന്ന് ചോദിച്ചാൽ ഏത് ദൃഷ്ടീസേടാ? മാനക് ദൃഷ്ടീസെ എത്ര വർണ്ണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയുണ്ടാ? 52 ആണ്. എത്രയാണ് പറയുക? 52. ഈ 52 വർണ്ണങ്ങളെയും പഠിക്കാൻ എളുപ്പത്തിൽ നമ്മൾ എത്രയായിട്ടാ? 2 ആയിട്ട് കാറ്റഗറി ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്ന് ഏതാണ്ടാ? സ്വർ. എന്നേതാണ്ടാ? സ്വർ. രണ്ടാമത്തെ ടോപ്പിക്കിന് അറിയപ്പെടുന്ന ഏതാണ്ടാ? വ്യഞ്ജൻ. അപ്പൊ നമുക്ക് ഇന്നിവിടെ പഠിച്ചു തുടങ്ങേണ്ട ഏത് തൊട്ടാണ്ടാ? സ്വർ എന്ന് പറയുന്ന ടോപ്പിക്ക് മുതലാണ് പഠിക്കേണ്ടത്. അപ്പൊ എന്താണ് സ്വർ? അറിയാലോ, സ്വതന്ത്രമായി ഉച്ചരിക്കാൻ കഴിയുന്നവ. എന്താണ് പറയുക? സ്വതന്ത്രമായി ഉച്ചരിക്കാൻ കഴിയുന്ന അക്ഷരങ്ങളുടെ കൂട്ടത്തെ നമുക്ക് എന്ത് വിളിക്കാം? സ്വർ വർണ്ണ എന്ന് പറയാം. അപ്പോൾ അതാണ് എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഹിന്ദി വർണ്ണമാലയിലെ ഫസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള എന്താണ്? സ്വർ. ഓക്കെ, അപ്പോൾ ഇത്രയും ഒന്ന് പെട്ടെന്ന് നോട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരും ബോർഡിൽ നോക്കിയേ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സ്വതന്ത്രമായി ഉച്ചരിക്കാൻ കഴിയുന്നവയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? സ്വർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ സ്വരത്തെ നമ്മൾ ഉച്ചരിക്കാൻ എടുക്കുന്ന മാത്ര, അളവ് അല്ലെങ്കിൽ ആ ഉച്ചാരണത്തിൻ്റെ സമയത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ വർഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നാമത് നമ്മൾ പഠിക്കേണ്ട ടോപ്പിക്കാണ് ഏതാ? മൂൽസ്വർ. എന്താണ് പറയുക? മൂൽസ്വർ. എടാ ഇതിന് മറ്റൊരു പേരുമുണ്ട്. എന്താണ്ടാ? ഹ്രസ്വസ്വർ എന്ന് പറയും. എന്താണ് പറയുക? ഹ്രസ്വസ്വർ. ഇനി അതല്ലെങ്കിൽ ചോദ്യ പേപ്പറിൽ മറ്റൊരു വാക്ക് കാണാടാ. ഏതാണ്ടാ? ലഘുസ്വർ എന്നൊക്കെ പറയും. എന്താണ് പറയുക? ലഘുസ്വർ. അപ്പൊ നോക്കിയാടാ, മൂൽസ്വർ, ഹ്രസ്വസ്വർ അല്ലെങ്കിൽ എന്താണ്? ലഘുസ്വർ. അപ്പൊ ഈ നമ്മുടെ
സ്വരാക്ഷരം പഠിക്കുമ്പോൾ സ്വരാക്ഷരങ്ങളിൽ വച്ചിട്ട് മൂൾസ്വർ, ഹ്രസ്വസ്വർ, ലഘുസ്വറായിട്ട് അറിയപ്പെടുന്ന അക്ഷരങ്ങളാണ് ഏതൊക്കെയാണ്? 1 ആ, 2 ഏതാണ്ടാ ഈ, 3 ഏതാണ്ടാ ഉ, 4 ഏതാണ്ടാ ഇർ. അപ്പോൾ മൂൾസ്വരങ്ങളായിട്ട് അറിയപ്പെടുന്ന അക്ഷരങ്ങൾ എന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്ട? ആയം, ഈയം, ഊവും ഏർ. നമ്മൾ ഇംഗ്ലീഷ് ഭാഷയൊക്കെ പഠിക്കുമ്പോൾ വോവൽസ് പഠിക്കാറില്ലേ? എ ഇ ഐ ഒ യു എന്നൊക്കെ പറഞ്ഞ്, അതുപോലെ ഹിന്ദിയിലെ വോവൽസ് ആണ് ഇത് ആ, ഈ, ഊ, ഏർ. ഇവയെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ഖണ്ഡിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ആ എന്ന് പറഞ്ഞ അക്ഷരത്തെ ഖണ്ഡിക്കാൻ പറ്റത്തില്ല. അതുപോലെ മറ്റ് അക്ഷരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഖണ്ഡിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഖണ്ഡിക്കാൻ പറ്റാത്ത അക്ഷരങ്ങളായതുകൊണ്ടാണ് ഇവ എന്ത് മൂൾസ്വറന്ന് അല്ലെങ്കിൽ ഹ്രസ്വസ്വറന്ന് ലഘുസ്വറന്നൊക്കെ പേരിട്ട് എന്ത് ചെയ്യുന്നത്? വിളിക്കുന്നത്. ഓക്കെ, എടാ അങ്ങനെയാണെങ്കിൽ രണ്ടാമത് അറിയപ്പെടുന്നത് ആരേണ്ട? ദീർഘസ്വർ. എന്താണ് പറയുക? ദീർഘസ്വർ. ഹിന്ദിയിലെ ദീർഘസ്വരങ്ങളായിട്ട് അറിയപ്പെടുന്ന അക്ഷരങ്ങളിലെ ഒന്ന് ആ. അറിയാമല്ലോ, ആ വാക്കിൽ തന്നെ ഉണ്ട് ദീർഘമായി ഉച്ചരിക്കുക അല്ലേ, നീട്ടി ഉച്ചരിക്കുക. അപ്പോൾ ആ വരുന്നുണ്ട്, പിന്നെ ഏതാ ഈ വരുന്നുണ്ട്, പിന്നെ ഇത് വരുന്നുണ്ടാ ഊ വരുന്നുണ്ട്. അടുത്ത ഏതാ ദീർഘമായി ഉച്ചരിക്കുന്നത്? ഏതാ? എ. നമ്മൾ എ എന്നാണ് എന്താണ് ഉച്ചരിക്കുന്നത്. അതുപോലെ ഇത് വരുന്നുണ്ടാ ഐ എന്ന് വരുന്ന അക്ഷരം വരുന്നുണ്ട്. പിന്നെ അടുത്ത ഓ വരുന്നുണ്ട്. പിന്നെ ഇത് വരുന്നുണ്ടാ ഔ വരുന്നുണ്ട്. അപ്പോൾ ഹിന്ദിയിലെ ദീർഘസ്വരങ്ങളായിട്ട് അറിയപ്പെടുന്ന ഏതൊക്കെയാണ്? ആ, ഈ, ഊ, എ, ഐ, ഓ, ഔ. ഓക്കെ, ഇനി മൂന്നാമതൊരു വാക്ക് നമ്മൾ കാണുന്നുണ്ട്, പ്ലുത്സ്വർ. എന്താണ് പറയുക? പ്ലുത്സ്വർ. നമ്മൾ മൂൾസ്വർ പറഞ്ഞപ്പോൾ ഉച്ചരിക്കാൻ നമുക്ക് സമയത്തിൻ്റെ അളവ് വളരെ കുറച്ച് മാത്രം മതിയായിരുന്നു ഇല്ലേ, വളരെ ഷോർട്ട് ടൈമിൽ നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് അവനെ മൂൾസ്വർ എന്ന് വിളിച്ചു, ഹ്രസ്വസ്വർ എന്ന് ലഘുസ്വർ എന്നൊക്കെ പേരിട്ട് വിളിച്ചു. എന്നാൽ നീട്ടി ഉച്ചരിക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞ ആയും ഈയും മൂവും ഏയും ഐയും ഓയും ഔവും എല്ലാം ഏത് കാറ്റഗറിയിൽ വന്നു? ദീർഘസ്വറിൽ വന്നു. എന്നാൽ ഈ പറഞ്ഞവയുടെയൊക്കെക്കാളും ഉച്ചാരണത്തിന് സമയം കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ അവയെ നമുക്ക് വിളിക്കാം പ്ലുത്സ്വർ എന്ന് പറയാം. എന്താണ് പറയുക? പ്ലുത്സ്വർ. ഒരു വാക്ക് നമുക്ക് പഠിക്കാം, എന്താണ്? ഓം. എന്താണ് പറയുക? ഓം. എന്താണ്? ഓം. അതായത് ഇവിടെ എന്താണ്? 3 മാത്രകൾ വരുന്നുണ്ട്. എന്ത് വരുന്നുണ്ട്? 3 മാത്രകൾ വരുന്നത് കൊണ്ടാണ് ഇവ എന്ത് വിളിക്കുന്നേടാ? ഈ പറഞ്ഞിരിക്കുന്ന പ്ലുത്സ്വർ എന്ന് പറയുന്നത്. 3 മാത്രകൾ വേണ്ടി വരുന്നു, അതുകൊണ്ടാണ് ഇവയെ പ്ലുത്സ്വർ അല്ലേ. ഓം എന്ന വാക്ക് എഴുതുമ്പോൾ നമുക്കറിയാമല്ലോ, ഓ എന്ന് പറയുന്ന അക്ഷരം തന്നെ അവിടെ എന്ത് ചെയ്യും? 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ആ പ്ലസ് ഹു ആയിട്ട് മാറും. പിന്നെ ലാസ്റ്റ് മ മു ആയിട്ട് മാറുമ്പോഴാണ് 3 മാത്രകൾ വരുന്നത്. അതുകൊണ്ട് അവയെ എന്തറിയപ്പെടുന്നു? പ്ലുത്സ്വർ എന്നറിയപ്പെടുന്നു. എന്താ അക്ഷരം എന്നാണ്? എന്ത് കാറ്റഗറി എന്നറിയപ്പെടുന്നു? പ്ലുത്സ്വർ എന്നാണ് അറിയപ്പെടുന്നത്. ക്ലിയർ അല്ലേ? ഇനി നോക്കിയേ, അങ്ങനെ പഠിച്ചു വരുമ്പോൾ നമ്മുടെ വ്യാകരണപരമായിട്ട് ഹിന്ദിയിൽ ആകെ എത്ര സ്വരങ്ങളുണ്ട് നമുക്കറിയാം. പെട്ടെന്ന് എണ്ണുമ്പോൾ നമുക്ക് 13 അക്ഷരങ്ങളാണ് സ്വരാക്ഷരങ്ങളുടെ എണ്ണത്തിൽ എന്താണ് ലഭിക്കുന്നത്. പക്ഷേ ഞാനിവിടെ പറയുന്നു സ്വരങ്ങളുടെ എണ്ണം എത്രയാ? 11. എന്താണ് പറയുക? 11. അപ്പം നിങ്ങൾ എണ്ണിയപ്പോഴോ എഴുതിയപ്പോഴോ 2 അക്ഷരം കൂടുതൽ വന്നു ഇല്ലേ? വന്നില്ലേ? അതെന്താ കൊണ്ട് ഇവിടെ എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ എണ്ണത്തിൽ നിന്നും വിട്ടുപോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു റീസൺ ഉണ്ട്. ഓക്കെ, നമ്മുടെ സ്വരങ്ങളുടെ ഏറ്റവും അവസാനം വരുന്ന 2 അക്ഷരങ്ങളാണ് ഏതൊക്കെയാണ്? അം. പിന്നെ എന്താണ്ടാ? മറ്റൊരു അക്ഷരമാണ് ഏത്? ആ. നിങ്ങൾ ഇത് ചിഹ്നങ്ങൾ ശ്രദ്ധിക്കാം. ഓക്കെ, ഇത് ഈ കാണുന്ന ചിഹ്നത്തെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്ടാ? അനുസ്വർ. എന്താണ് വിളിക്കുന്നേടാ? അനുസ്വർ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? അനുസ്വർ. ഇനി നോക്കി, ഈ കാണുന്ന ചിഹ്നത്തെ നമ്മൾ വിളിക്കുന്ന പേരെന്തുവാടാ? വിസർഗ് എന്ന് പറയും. എന്താണ് പറയടാ? വിസർഗ്. എന്താണ് പറയുക? വിസർഗ്. ഏറ്റവും കൂടുതൽ സാൻസ്ക്രിറ്റ് ലാംഗ്വേജുകളിൽ യൂസ് ആകുന്ന എന്താണ് 2 ചിഹ്നങ്ങളാണ് ഏതടാ? ഈ അനുസ്വർ എന്ന ചിഹ്നവും ഈ കാണുന്ന എന്താണ്? വിസർഗ ചിഹ്നവും. ക്ലിയർ അല്ലേ? സോ ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ഹിന്ദിയിലെ അമ്മിനെയും പിന്നെ എന്താണ്ടാ നമ്മൾ ഈ ആയെയും ഇവരെന്താണ്? അയോഗ സ്വർ. എന്താണ് പറയുക? അയോഗസ്വറായിട്ട് കണക്കാക്കിക്കൊണ്ട് ഹിന്ദി വർണ്ണമാലയിലെ സ്വരാക്ഷരങ്ങളുടെ കാറ്റഗറിയിൽ നിന്നും ഇവ എന്ത് ചെയ്യുന്നു? കട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് ഉണ്ടായിരുന്ന 13 അക്ഷരങ്ങളിൽ നിന്ന് 2 അക്ഷരം മാറി നമ്മുടെ സ്വരാക്ഷരങ്ങൾ എത്ര അക്ഷരങ്ങളായിട്ട് മാറിയത്? 11 അക്ഷരങ്ങളാണ്. ശ്രദ്ധിക്കൂലടാ. അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയാണ് പറഞ്ഞത്. മൂൾസ്വര, ദീർഘസ്വര, പ്ലുത്സ്വര, സ്വരോങ്കി സംഖ്യ വ്യാകരണപരമായി എത്രയുണ്ടെന്ന് നമ്മൾ കണ്ടെത്തി. 2 പേർ അവിടെ എന്ത് ചെയ്തു? കട്ടായി. അതെന്തുകൊണ്ടാണ് അവരവിടെ ഡിസ്ക്വാളിഫൈ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയോഗ സ്വർ എന്ന കാറ്റഗറിയിൽ പെടുന്നത് കൊണ്ടാണ്. അതിൻ്റെ റീസൺ പറഞ്ഞു. അമ്മും ആയും അനുസ്വർ വിസർഗ് 2 ചിഹ്നങ്ങളെ
ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ്. ഓക്കെ, ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതാമോടാ. അപ്പോൾ ബോർഡിലോട്ട് വീണ്ടും നോക്കിയേ. നമ്മളിനി ഈ സ്വരങ്ങളെ എന്താണ് വർഗീകരിക്കുക. നേരത്തെ നമ്മൾ ഉച്ചാരണത്തിൻ്റെ കാറ്റഗറിയിൽ പറഞ്ഞു. ഇനി ഈ സ്വരങ്ങളെ നമ്മൾ എന്താണ് വർഗീകരിച്ച് പഠിക്കുക. അപ്പോൾ വർഗീകരിച്ച് പഠിക്കുമ്പോൾ ആദ്യം ഏതാണ് മൂൾസ്വർ. ആദ്യം ഏതാ വരുന്നത്? മൂൾസ്വർ. രണ്ട് ഏതാ ദീർഘസ്വർ വരുന്നുണ്ട്. മൂന്നാമതോ ദീർഘ സന്ധിസ്വർ വരുന്നുണ്ട്. നാലാമതോ സംയുക്ത സ്വർ വരുന്നുണ്ട്. അപ്പം നമുക്കത് ഏതൊക്കെയാണ് നോക്കിയാലോ. നോക്കിയേ, ഈ കാണുന്ന മൂൾസ്വർ നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെയാണ്. അതിൽ മാറ്റങ്ങളൊന്നുമില്ല. ഏതൊക്കെയാടാ? ആയും ഈയും പിന്നെ ഏതാണ്ടാ ഊവും പിന്നെ ഏതാണ്ടാ ഏറും. ഇത്രയുമാണ് ഹിന്ദിയിലെ മൂൾസ്വർ എന്ന് പറയുന്നത്. അപ്പൊ ഹിന്ദിയിലെ മൂൾസ്വർ ഏതൊക്കെയാണ്ടാ? ആ, ഈ, ഊ, ഏറ്. നോക്കിയടാ, ദീർഘസ്വരം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു, ഓർമ്മയുണ്ടാവും. ആ, ഈ പിന്നെ ഏതാണ്ടാ ഊ വരുന്നുണ്ട് എന്ന് പഠിച്ചു. പിന്നെ അത് പഠിച്ചു നമ്മൾ എ പഠിച്ചു, ഐ പഠിച്ചു, പിന്നെ അത് പഠിച്ചു ഓ പഠിച്ചു, ഔ പഠിച്ചു. ഇതെല്ലാം എന്ത് സ്വരങ്ങളാ? നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ഹിന്ദിയിലെ ദീർഘസ്വറാണ്. എന്നാൽ ദീർഘസന്ധിസ്വർ ഒരു പുതിയ ടൈം അല്ലേ, വേറെ ഒന്നുമല്ല. ആ ദീർഘസന്ധിസ്വർ എന്ന് വെച്ചാൽ ആയും ഈയും എന്താണ്? ഊവുമാണ്. ഇവയെ സ്പ്ലിറ്റ് ചെയ്ത ആ എന്ന് പറയുന്ന അക്ഷരം നമുക്ക് എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നത്? നോക്കിയേ, ആ പ്ലസ് അതേ അക്ഷരങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് എന്ത് വരുന്നു? മറ്റൊരു ദീർഘം വരുന്നു. ഇത് ഒരേ സ്വരവർണ്ണങ്ങൾ ഇരട്ടിപ്പിച്ചാൽ മറ്റൊരു സ്വരത്തിൻ്റെ ദീർഘവർണ്ണം കിട്ടിയാൽ നമുക്കതിന് ദീർഘസന്ധി സ്വരം എന്ത് ചെയ്യാം പറയാം. പരസ്പരം രണ്ട് സെയിം സ്വരാക്ഷരങ്ങൾ കൂടി ചേരുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ആയും ഈയും ഊവും വരുന്നുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനിയാണ് നമുക്ക് പഠിക്കേണ്ടത് സംയുക്ത്. സംയുക്ത് എന്ന് വെച്ച് കേൾക്കുമ്പോൾ അറിയാം, സംയുക്തം അല്ലേ, കോമ്പൗണ്ടാണ്. രണ്ടെണ്ണം കൂടി ചേരണം, മൂന്നാമതൊരെണ്ണം എന്ത് ചെയ്യണം? മാക്ക് ചെയ്യണം. നമ്മുടെ കെമിസ്ട്രിയുടെ ഒക്കെ തിയറി പോലെ തന്നെയാണ്. അപ്പോൾ അവിടെ ആ ഒരു ടോപ്പിക് ഇങ്ങനെ മനസ്സിലാക്കുക. രണ്ട് സ്വരാക്ഷരങ്ങൾ കൂടി ചേരുക, മൂന്നാമത് പുതിയൊരു സ്വരം ഉണ്ടാകുന്ന ചില അക്ഷരങ്ങൾ എന്താണ് ഹിന്ദിയിലുണ്ട്. അവ ഏതൊക്കെയാണ്? ആദ്യം നോക്കാം. ഒന്ന് എ, രണ്ട് ഐ, മൂന്ന് ഓ, നാല് ഏതാണ്ട ഔ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവ എന്ത് ചെയ്യണ്ട? സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാം. നോക്കി, എ എന്ന് പറയുന്ന അക്ഷരത്തെ എങ്ങനെയാ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നേ? ആ പ്ലസ് ഇ. കണ്ട, രണ്ട് വ്യത്യസ്ത സ്വരാക്ഷരങ്ങൾ ചേർന്ന് മൂന്നാമൊരുത്തനുണ്ടായില്ലേ? സോ അവനെ നമുക്ക് എന്ത് വിളിക്കാം? സംയുക്ത സ്വർ. സോ എ എന്ന് പറയുന്ന അക്ഷരം ആ പ്ലസ് ഇ ആണ്. ഇനി നോക്കിയാടാ, നമുക്ക് അടുത്ത് വരുന്ന ആരാണ്ടാ? ഐ അല്ലേടാ? അതിനെ ആ പ്ലസ് എ ആണ് എന്തായിട്ട് മാറുന്നത്? ഐ ആയിട്ട് മാറുന്നത്. ഇനി നോക്കിയടാ, ഓ എന്ന് പറയുന്ന അക്ഷരം എങ്ങനെയാടാ? ആ എന്ന് പറയുന്ന മൂൾസ്വരം പിന്നെ പ്ലസ് എന്താണ്ടാ ഊ എന്ന് പറയുന്ന അക്ഷരവും കൂടി ചേരുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നതാ? ഓ എന്ന് പറയുന്ന അക്ഷരം എന്താണ് ഉണ്ടാകുന്നത്? ഓക്കെ, ഇനി നോക്കി അടുത്ത് ഔ എന്ന് പറയുന്ന അക്ഷരം. ഓക്കെ, ഏതാണ്ടാ? അത് നോക്കിയോ, ആ പ്ലസ് ഓ എന്ന് പറയുന്ന അക്ഷരം ചേരുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നേ? ഔ. അപ്പോൾ നോക്കിക്കോണം, ഹിന്ദിയിലെ ഈ പറഞ്ഞതുപോലുള്ള എന്താണ് സംയുക്ത സ്വരങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഒന്ന് നോക്കിയേ. അതായത് ആ പ്ലസ് സി എന്താണ് പറയുക? ആ പ്ലസ് സി എന്താണ്? എ. അതുപോലെ നോക്കിയേ, ഐ ആ പ്ലസ് എ ആണ്. ഓ ആ പ്ലസ് ഊ ആണ്. ഔ ആ പ്ലസ് എന്താണ്ടാ? ഓ ആണ്. ഇത് എല്ലാവർക്കും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാമോടാ.